പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഇതൊക്കെയുണ്ട്, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഓക്കെ, ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ മഹാനാമത്തിന് മുൻപിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ദാസിയെ ബലപ്പെടുത്തണമേ കർത്താവ്. നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ടെ. കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഇനിയുള്ള സമയം ഞാൻ സിസ്റ്റർ നൽകി തരികയാണ് ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ സിസ്റ്റർ, സിസ്റ്റർ സാക്ഷ്യം പറയാം. ഓക്കെ, താങ്ക് യു. ജോയ്സ് ടിവിയിലേക്ക് എനിക്കും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് സുഗന്ധി. എന്റെ സ്ഥലം കേരളത്തിലെ തിരുവനന്തപുരം എന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. അവിടെയാണ് കർത്താവിന്റെ വേലയോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. എന്റെ കുടുംബ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അപ്പച്ചൻ കർത്താവിന്റെ വേലയിൽ അല്ലായിരുന്നു. എന്നാൽ ഞാൻ ജനിച്ച് 6-ാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കുരുക്കൻ ചുമ, വില്ലൻ ചുമ എന്ന് പറഞ്ഞ ആ ചുമ ഞങ്ങളുടെ ദേശത്ത് പടർന്നു പിടിക്കപ്പെട്ട ഒരു അനുഭവം ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് 6ഓളം കുഞ്ഞുങ്ങൾക്ക് ഈ ചുമ ഉണ്ടായി. അതിൽ ഏറ്റവും അടുത്തായി ഞങ്ങൾ 3 പേർക്കുണ്ടായതിൽ 2 പേർ മരണപ്പെട്ടു. എന്നാൽ ആ സമയത്ത് എൻ്റെ ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ ഭൂമിയിലാക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ മാതാവ് ഒരു തീരുമാനമെടുത്തു. മാതാവും പിതാവും കൂടെ എൻ്റെ മകളെ തരയണമെങ്കിൽ ഞങ്ങൾ ദൈവവേലയ്ക്ക് പൂർണ്ണസമയം ദൈവവേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാം എന്നൊരു തീരുമാനമെടുത്ത പ്രകാരമാണ് എൻ്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇറങ്ങിയത്. ഞാൻ ജനിച്ച് 6-ാം മാസമായപ്പോഴാണ് എൻ്റെ പിതാവ് മറ്റ് ഉപജീവന മാർഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പൂർണ്ണസമയം സുവിശേഷ വേല ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയും തീരുമാനവും എടുത്താണ് ദൈവസന്നിധിയിലേക്ക് എന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലേക്ക് എൻ്റെ പിതാവ് ഇറങ്ങിയത്. അങ്ങനെ എനിക്ക് എൻ്റെ അറിവായ മുതൽ എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ ഭവനത്തിൽ എന്നും എല്ലാ ദിവസവും എപ്പോഴും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒത്തിരി വ്യക്തികൾ പല ഭാഗത്തു നിന്ന് കടന്നു വരും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി പേർ വരും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും അതുപോലെ കൺവെൻഷൻ യോഗങ്ങൾ എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾ പങ്കെടുക്കുന്നത് പതിവായിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ തന്നെ എനിക്കൊരു തീരുമാനം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. എനിക്ക് മറ്റൊന്നുമല്ല, എൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നുള്ള ആ പൂർണ്ണ താല്പര്യവും സന്തോഷവും. അതുപോലെ ദൈവവചനം വീട്ടിൽ തന്നെ ഞാൻ മറ്റ് ബൈബിൾ കോളേജിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. എന്നാൽ വീട്ടിൽ തന്നെ എപ്പോഴും ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങൾ 7 പേരും ഞങ്ങൾ അവിടെ പപ്പ ഇല്ലാത്ത സമയം ഞങ്ങൾ തന്നെ അവിടെ ഒരു മീറ്റിംഗ് നടത്തും. അത്ര സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബത്തില്. അങ്ങനെ ഞങ്ങൾക്ക് ആരാധനയും പ്രാർത്ഥനയും പാട്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ കർത്താവിന്റെ വചനത്തോടനുബന്ധിച്ച് അങ്ങനെ നടന്നപ്പോൾ ഞാൻ എൻ്റെ മൂത്ത സഹോദരനോട് പറയും, എനിക്ക് വിവാഹമൊന്നും വേണ്ട, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറയും. എപ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ എൻ്റെ സഹോദരൻ പറയും, നിനക്ക് കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നീ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യണം, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയും. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, എനിക്ക് എന്നെ വിവാഹം കഴിക്കുന്ന വരുന്ന ആളില്
കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ വരണം. എന്നെ മറ്റാരും വന്ന് കാണാൻ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മകനെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്രകാരം തന്നെ എൻ്റെ ഈ 21-ാമത്തെ വയസ്സിൽ എനിക്ക് എന്നെ കാണാൻ വന്ന കർത്താവിന്റെ ദാസൻ വിൻസെന്റ്, കർത്താവിന്റെ ദാസൻ വന്ന് എന്നെ കണ്ടു, ഇഷ്ടമായി. അപ്രകാരം തന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ വിവാഹ ശേഷം ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. കർത്താവിന്റെ ദാസൻ അന്ന് ബൈബിൾ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ ദാസനും വളരെയധികം സന്തോഷമായി. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരൻ മലപ്പുറത്ത് കർത്താവിന്റെ വേലയിലായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റിവൈവൽ അസംബ്ലി എന്ന് പറയും, ഷാമുൽ പാസ്റ്ററുടെ ചർച്ചിൽ എന്നെ എൻ്റെ സഹോദരന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്ന് 10 ദിവസത്തെ ഒരു മിഷണറി പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒത്തിരി ദേവദാസന്മാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവും അതിൽ കൂടെ പങ്കെടുത്തു. അവിടുന്ന് ഈ ഒത്തിരി പേര് പോയപ്പോൾ അവിടെ ഒരു ഗൂഡല്ലൂർ എന്ന സ്ഥലത്ത്, അതിനടുത്തായ ഒരു സ്ഥലത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അതിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു, ചർച്ചും ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇപ്രകാരം, ഞാൻ മലപ്പുറത്താണ്, കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ 10 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ദൈവം ഒരു ചർച്ച് തരണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് നാട്ടിൽ പോകണമെന്ന്. എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കർത്താവിന്റെ വേലയാണല്ലോ എൻ്റെ ആഗ്രഹം. ദൈവമേ, ഇത് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കണം, ഞങ്ങൾക്കൊരു ചർച്ച് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ 10 ദിവസവും ഞാനന്ന് എൻ്റെ മൂത്ത മകളെ ഗർഭിണിയായിരുന്ന സമയമായിരുന്നു. എങ്കിലും ഞാൻ ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചിട്ട് ഉച്ചവരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 10ാമത്തെ ദിവസം ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ വരുന്നു, ഒരു ചർച്ച് അവിടെ ലഭിച്ചു എന്ന് കേട്ടു. ഞാൻ അതിയായി സന്തോഷിച്ചു. എനിക്ക് ഭയങ്കരമായി എൻ്റെ ആഗ്രഹം, ഞാൻ എന്നും അന്നും ഇന്നും ഞാൻ ദൈവസേനയിൽ എന്ത് ആഗ്രഹിച്ചാലും ദൈവം എനിക്ക് തരും. അത്രമാത്രം ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ചർച്ച് കിട്ടി. അവിടെ ചർച്ചിൽ ഒത്തിരി ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷം വീണ്ടും ദൈവമക്കൾ അവിടെ ആ ഏരിയയിൽ നിന്ന് ഹൈന്ദവരായവരും മറ്റു പലരും വന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും സുവിശേഷ വേലയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുകയും, ഞങ്ങൾ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവിടെയുള്ള ഒത്തിരി പേർ ഞങ്ങളുടെ കൂടെ, കർത്താവിന്റെ ദാസന്റെ കൂടെ കടന്നു പോവുകയും അങ്ങനെ വലിയ ദൈവ അത്ഭുതങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഞാൻ ഡെലിവറിക്കായി നാട്ടിൽ വന്നു. എന്നാൽ കർത്താവിന്റെ ദാസന് പെട്ടെന്ന് ശരീരം മുഴുവനും പെട്ടെന്ന് ആദ്യമായിട്ട് ഒരു ശരീരത്തിൽ ഒരു നീര് വരികയും അവിടെ നിൽക്കാൻ വേദന കൊണ്ട് നിൽക്കാൻ പറ്റാതായി. എന്നാൽ ആ തണുപ്പിന്റെ ഇത് കൊണ്ടാണ് വന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നാട്ടിൽ വരികയുണ്ടായി. നാട്ടിൽ വന്ന് മൂത്ത മകളുടെ ഡെലിവറി കഴിഞ്ഞു. അതിനുശേഷം തുടർന്ന് തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ട് താല്പര്യം കാണിച്ചില്ല. മക്കൾ, ഞാനിത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച അത് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും കർത്താവിന്റെ വേലയിൽ തന്നെ നിൽക്കണം. അത് അങ്ങനെ കർത്താവിന്റെ വേലയിൽ അത് നിൽക്കാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിലേക്ക് കടന്നു വന്ന് പിന്നെ വീണ്ടും പഴയതുപോലെ കർത്താവിന്റെ വേല പൂർണ്ണമായി ചെയ്യാതെ ഭാഗികമായി പേരിന് വേണ്ടി പോയിട്ട് ചർച്ചിൽ പോയിട്ട് പൂർണ്ണ ദൈവവേല മാറ്റി വെച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റുള്ള പണിക്ക് വേണ്ടി പോവുകയും തുടർന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ഒരു കുഞ്ഞായി, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു ഒരു കുഞ്ഞുകൂടായി, 3 പെൺമക്കളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ സുവിശേഷ വേല അകന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ആഗ്രഹം ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ, ഞാൻ കുഞ്ഞുനാളിലെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു എന്താണ്, ഞങ്ങൾ ഇങ്ങനെ അകന്നു പോയല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് ഭവനത്തിൽ എന്നും കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ പറയും, ദൈവവേലയിൽ നിന്ന് അകന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വരുന്നത്. അപ്പോൾ പറയും, നമുക്ക് ദൈവവേല ചെയ്യാം. വീണ്ടും പറയും, നമുക്ക് ദൈവവേല ചെയ്യാം, പോകാം, കർത്താവിന്റെ വേല ചെയ്യാമെന്ന്. പെട്ടെന്ന് കർത്താവിന്റെ ദാസന്റെ സഹോദരിയുടെ മകൾക്ക് ഒരു രോഗം വന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വിട്ടു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ആ സമയത്ത് കർത്താവിന്റെ ദാസൻ വീണ്ടും തീരുമാനമെടുത്തു, ദൈവമേ, അടുത്ത ആഴ്ച മുതൽ ഞാൻ പൂർണ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുകയാണെന്ന് തീരുമാനമെടുത്തു. ആ ആഴ്ച ഈ മകളെയും കൊണ്ട് ആശുപത്രി വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ തീരുമാനം എടുത്ത് ഭവനത്തിൽ വന്നപ്പോൾ എനിക്കും പെട്ടെന്ന് അതിഭയങ്കരമായ രോഗത്താൽ ഞാനും രോഗിയായി തീർന്നു. ശ്വാസമുട്ടലിന്റെ ഭാരത്താലും ന്യൂമോണിയയുടെ അസ്വസ്ഥയാലും ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അപ്പോഴും തീരുമാനമെടുത്തു, ലാസ്റ്റ്
കർത്താവിന്റെ ദാസൻ മരത്തിൽ നിന്ന് വീഴുകയുണ്ടായി. ആ വീഴുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ആദ്യം എങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ, രണ്ടുപേരും ഒരുമിച്ച് മുട്ടുമേൽ നിന്നിട്ട് കരങ്ങൾ കോർത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പ്രിയ ദൈവമക്കളെ. എന്നാൽ അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വളരെയധികം മണിക്കൂറോളം ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. നേരം എടുത്തതിന് ശേഷം കർത്താവിൻ ദാസൻ വീണ്ടും ഒരു ജ്യേഷ്ഠന്റെ ഭവനത്തിൽ അവിടെ വീട് വെക്കുന്ന സമയത്തായിരുന്നു. ആ വീട് പണിക്ക് വേണ്ടി സഹായിക്കാനായി പോയി. വൈകുന്നേരം കടന്നു വന്നപ്പോൾ ഞാൻ വീണ്ടും രോഗിയായി കിടക്കുകയാണ്. എനിക്ക് ഞാനോ എൻ്റെ മക്കളോ രോഗിയായാൽ പെട്ടെന്ന് പുള്ളിക്കാരൻ വിഷമിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. ആദ്യമേ ആ വിഷമം കാണണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ പതുക്കെ എഴുതിയിട്ട് മുൻവശത്ത് ആ ഹാളിൽ വന്നിരിക്കുകയായി. ഇരുന്നപ്പോൾ ദൂരെ നിന്ന് വന്ന് എന്നെ കണ്ടപ്പോൾ നിനക്ക് സുഖമായോ എന്ന് ചോദിച്ചിട്ട് ചിരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കി എന്നെ കുളിക്കാനായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ വീണ്ടും നമ്മുടെ പുരയിടത്ത് തന്നെ ഒരു അടയ്ക്ക മരം ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് അപ്പച്ചന് കൊടിയുടെ പണി ഉണ്ടായിരുന്നു, അതിനാവശ്യമായി പോയതാണ്. അവിടെ ചെന്ന് ഈ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരൻ അടയ്ക്കമരത്തിന്റെ മുകൾ ഭാഗം തലേ ദിവസം മുറിച്ചു മാറ്റിയുണ്ടായി. അപ്പൊ കയറ് കെട്ടി മുറിക്കാനായി അടുത്ത പുരയിടക്കാരൻ പറഞ്ഞു. അങ്ങനെ മുറിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീഴ്ച ഉണ്ടായി. 40 അടി ഉയരമുള്ള ആ മരത്തിൽ നിന്ന് വീണപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ കണ്ടുകൊണ്ടേ നിന്നു. അവരെല്ലാം പറഞ്ഞ് മരിച്ചുപോയി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോയി. ഇപ്പൊ മരിച്ചു കൊണ്ടുവരും എന്നാണ് ആ വാർത്ത അവിടെ എല്ലാം അറിഞ്ഞത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, എന്നെ ഇതൊന്നും അറിയിച്ചില്ല. ഞാൻ ആ നിമിഷം ജനങ്ങളെല്ലാം ഇങ്ങോട്ട് ഓടുകയും പതുക്കെ രഹസ്യം പറയുകയും ചെയ്യുമ്പോൾ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പലരോടും ചോദിച്ചു എന്താണ് അത്. വിൻസെന്റിന്റെ കാലിൽ അല്പം ഒരു മുറിവ് തട്ടി, അത് സ്റ്റിച്ച് ഇട്ടിട്ട് ഇപ്പൊ എന്നെ കൊണ്ടുവരും, വെള്ളനാട് ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നു പറഞ്ഞു. എന്നാൽ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പുള്ളിക്കാരനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു രക്ഷപ്പെടുത്തില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, അവിടെ ഒരു ഭാഗത്ത് കിടത്തിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവിടെ കിടത്തിക്കുകയാണ്. ഞാൻ നേരം വെളുത്ത് ആ രാത്രി വൈകുന്നേരമായിരുന്നു, ആ രാത്രി എന്നെ കൊണ്ടുപോയില്ല. നേരം വെളുത്ത് അവിടെ പോയതിനു ശേഷം കണ്ടതായ കാഴ്ച, ഞാൻ പുള്ളിക്കാരനെ ഒരിക്കലും വേദന എടുക്കുന്നതോ മറ്റുള്ളൊരു വ്യക്തിയെ വേദനപ്പെടുത്താനോ ഇഷ്ടമല്ല. ഇന്നും അങ്ങനെ തന്നെ. മറ്റൊരു വ്യക്തി വേദനിക്കുന്നത് കാണുന്നത്, അതായത് കർത്താവിന്റെ ദാസന് എന്ത് അസുഖം ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു അനുഭവം അന്നും ഇന്നും ഉണ്ട്. ഞാൻ കരഞ്ഞു വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകുമ്പോൾ എന്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞ്, ഒരു ചെറിയ മുറിവ് അല്പസമയം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടും, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കരച്ചിലെല്ലാം മാറ്റി. അങ്ങനെയാണോ എന്ന് ചോദിച്ചു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കട്ടിലിന്റെ ഒരു വളയും ഡോക്ടർമാർ കൂടി നിന്നിട്ട് ഡോക്ടർമാർ തമ്മിൽ പറയും, ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടുത്തില്ല, ചെയ്യണ്ട, മാറ്റി അവിടെ ഇട്ടിരുന്നാ മതി എന്നിങ്ങനെ പറയുന്ന കേൾക്കും. അങ്ങനെ കേട്ട് ഞാൻ പിന്നെ 22 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വളരെയധികം വേദനകൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കർത്താവ് ദാസനെ ഒന്ന് ചരിച്ച് കിടത്തണമെങ്കിൽ 3 പേർ വേണം. ഒരു നട്ടലിന്റെ നടുഭാഗമാണ് പൊട്ടി ചിതറിപ്പോയത്. ഒരാൾ തലയിൽ പിടിക്കണം, മറ്റൊരാൾ നടുവിൽ പിടിക്കണം, മറ്റൊരാൾ 2 കാലുകളിലും പിടിക്കണം. എന്നാൽ മാത്രമേ ഈ വ്യക്തിയെ ചരിച്ച് കിടത്താൻ പറ്റുള്ളൂ. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്തപ്പോൾ പൂർണ്ണമായി പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 2 ഭാഗമായി കിടന്നതുകൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ചരിച്ചു കിടത്താൻ പറ്റത്തില്ല. അത്രമാത്രം രോഗാവസ്ഥയിലായിരുന്നുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് രക്ഷപ്പെടുത്തില്ല എന്ന്. അങ്ങനെ കിടന്ന് അതിനുശേഷം പുറമെല്ലാം പൊട്ടി തുടങ്ങി, വലിയ വ്രണങ്ങളായി തുടങ്ങി. ഇങ്ങനെ ഒത്തിരി ഞാൻ അവിടെ അനുഭവിച്ചു. 22 ദിവസവും ഓപ്പറേഷൻ ചെയ്തില്ല. ആ സമയത്തായിരുന്നു ഞാൻ വളരെയധികം വേദനപ്പെട്ടത്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, അത്രമാത്രം ഞാൻ വേദന അനുഭവിച്ചു. ഒരു ദൈവദാസൻ എങ്ങനെ ഓടി മറ്റുള്ള വ്യക്തിയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വരുന്നത് നോക്കി ഞാനും ഇരുന്നിട്ടുണ്ട്. കാരണം ആ അവസ്ഥ അന്ന് അങ്ങനെ ആയിരുന്നു.
എനിക്ക് എന്റെ വേദന പറയാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. എന്നാൽ ഒരു ദൈവദാസനെ കാണുമ്പോൾ ഞാൻ ഓടിപ്പോകും, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയും. അപ്പോൾ എന്നോട് എന്താണ്, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാം ചോദിക്കും. ഞാൻ എന്റെ അനുഭവം വിശദീകരിച്ച് പറയും. അപ്പൊ പറയും ദൈവം തന്ന അടിയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകും. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇതിലൂടെ പഠിച്ചത്, നമ്മൾ വേദനപ്പെട്ട് കിടക്കുമ്പോൾ, നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ, മറ്റൊരു വ്യക്തി ഒരു ആശ്വാസം തരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വളരെയധികം ഒരു ആശ്വാസം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ ഇതിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ, എന്റെ ഭർത്താവിനെ, എന്റെ ജീവിതത്തിൽ ഇത് വന്നത് കർത്താവ് സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ കുറ്റം കാണിക്കുമ്പോൾ ചെറിയ ചെറിയ ഓരോ അടികൾ കൊടുത്ത് നേരെ വളരാൻ നമ്മൾ ബാലശിക്ഷകൾ കൊടുക്കുന്നത്. ഞാൻ അതുപോലെ എന്റെ കർത്താവ് ഞങ്ങൾക്കൊരു ചെറിയ ബാലശിക്ഷ തന്ന് കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി, കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയാൻ വേണ്ടി കർത്താവിനോട് അടുപ്പിച്ചതെന്ന് മാത്രമേ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. കാരണം അന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിലും ദൈവമകൻ കർത്താവിന്റെ ദാസൻ അകന്നു പോകുമായിരുന്നു. പ്രിയമക്കളെ, ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. വീണ്ടും വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്നെയും എന്റെ ഭർത്താവിനെയും എന്റെ കുടുംബത്തെ സ്നേഹിച്ചത് കൊണ്ട് ചെറിയൊരു ബാലശിക്ഷ തന്ന് കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയാണ് ഇത് വന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായി പറയാൻ കഴിയും. അത്രമാത്രം ദൈവം ഞങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ആ ആശുപത്രി കിടന്നായ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിലൊന്ന് 24 വർഷത്തിന് മുന്നേ ഉള്ള കാര്യമായി പറയുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ മൊബൈലൊന്നും ഇല്ലായിരുന്നു. ഒരു ഫോൺ കോൾ വിളിക്കാൻ ആരുമില്ല, ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. ഒന്ന് ജസ്റ്റ് ബന്ധുക്കൾ കടന്നു വരും. അപ്പോൾ തന്നെ എന്തെങ്കിലും നമ്മളെ സഹായിച്ചാലും അത് മെഡിസിന് മാത്രമേ തികയുള്ളൂ. ആ മെഡിസിന് പോലും തികയാത്ത അവസ്ഥകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, എന്റെ അനുഭവം ഞാൻ ഇന്ന് സന്തോഷവതി ആയതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഞാൻ ആഹാരം കഴിക്കാതെ ചില ദിവസങ്ങൾ 4-5 ദിവസങ്ങൾ വരെ ആഹാരം കഴിക്കാതെ കിടന്നിട്ടുണ്ട്. ഭർത്താവിനാണെങ്കിൽ ട്രിപ്പ് മാത്രമേ കൊടുക്കുള്ളൂ, മെഡിസിന് മാത്രമേ കൊടുക്കുള്ളൂ. ഭക്ഷണമൊന്നും കഴിച്ചിറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഭവനത്തിൽ നിന്ന് അവർ ഡിസ്ചാർജ് ആയി. അവർക്ക് 2 ഊണ് 2 സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ ഞാനിത് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവിന് വിഷമാവും. അത്ര സാമ്പത്തികമുള്ള അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജനിച്ചു വളർന്നത്. ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ച വ്യക്തികളല്ല. എന്നാൽ ഈ സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വിശപ്പ് എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും ഒക്കെ ഞങ്ങൾ പഠിക്കുവാൻ ഒരു പാഠമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ വിശന്നുകൊണ്ട് ഈ സഹോദരി വേസ്റ്റ് കുട്ടയിൽ ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കി കൊണ്ട് കളയാനായിട്ട് വേസ്റ്റിലോട്ട് കൊണ്ട് ഇടുന്നതായ സമയത്ത് ഞാൻ പെട്ടെന്ന് കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ആഹാരം ഇനി തരണം, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ കഴിച്ചിട്ട് 2-3 ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ആഹാരം തന്നു. അങ്ങനെ ഞാൻ ഇതിനെ വെള്ളം മാറ്റി ഉപയോഗിച്ച് ഈ ചോറിനെ 4 ദിവസം ഞാൻ കഴിച്ച എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്നൊക്കെ ധാരാളം ആഹാരങ്ങൾ പലയിടത്തുനിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും കൊടുക്കുന്നുണ്ട്. എന്നാൽ അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തായിരുന്നു ഇതൊക്കെ ഞാനും ചിന്തിച്ചു, മുടിനായ പുത്രൻ ചിന്തിച്ചതുപോലെ, ദൈവമേ, എന്റെ അപ്പന്റെ ഭവനത്തിൽ ബാക്കി മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ബാക്കി വരുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചതായ ദിവസങ്ങൾ എനിക്ക് ഉണ്ടായി. പ്രിയ മക്കളെ, ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥകൾ മറ്റു ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാഠമായിരിക്കും കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഒരു പാഠമായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തില്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർമാർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണ്ട, രക്ഷപ്പെടത്തില്ല, ഇത്രയും ദിവസമായല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൻ ദാസനോട് ചോദിച്ചു, ഓപ്പറേഷൻ ചെയ്താലും എണീറ്റിരിക്കാൻ ഒന്നും കഴിയത്തില്ല, ഇങ്ങനെ കുറച്ചു നാൾ കിടക്കും, പിന്നെ അങ്ങ് മരണപ്പെടും, എന്തിനാണ് വിൻസെന്റ് വെറുതെ കാശൊക്കെ മുടക്കുന്നത്, ഒത്തിരി ഭാരിച്ച തുക ആവും, നിങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളല്ലേ, എന്തിനാ വെറുതെ ഇല്ലാത്ത കാശൊക്കെ നിങ്ങൾ നഷ്ടമാക്കുന്നതെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എന്റെ ഭർത്താവ് എന്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ, നമ്മുടെ പുരയുടെ എല്ലാം വിറ്റിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം, നമുക്ക് ജീവനെ കിട്ടിയാൽ ഇനിയും കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പും ധൈര്യവും കൊടുത്തു. അതുപോലെ തന്നെ അവിടെ വെച്ച്
അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുന്നേ എന്നെ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ വേറൊരു അനുഭവം കൂടെ ഉണ്ടായി. ആ 22 ദിവസം ഇതുപോലെ എപ്പോഴും വന്ന് ഡോക്ടർമാർ പറയും രക്ഷപ്പെടില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചു നാൾ അങ്ങനെ കിടക്കുമെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു ദിവസം എന്റെ ഭർത്താവ് എപ്പോഴും കഴിയുന്നാൽ വാവിട്ട് കരയേണ്ട ഒരു സാഹചര്യം ഭർത്താവിന് ഉണ്ടായി. ഡോക്ടർ ഈ വാക്ക് കേട്ടപ്പോൾ, കാരണം 3 മക്കളും കുഞ്ഞു മക്കളാണ്. ഇളയ മകൾക്ക് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ എന്റെ ഭർത്താവ് നമുക്ക് ആർക്കായാലും ലോകത്തിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും മരണം ഇഷ്ടപ്പെടില്ലല്ലോ ആരും. എല്ലാരും ജീവിക്കാനല്ലേ നോക്കുള്ളൂ. എത്ര കാലം നമ്മൾ ജീവിക്കും അത്രയും കാലം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ ഓരോരുത്തരും. അതുപോലെയുള്ള ഒരു ആഗ്രഹം എന്റെ ഭർത്താവിനുണ്ടായിരുന്നു. മക്കളുടെ പഠനം, മക്കളുടെ പിന്നെ ഭാവി കാര്യങ്ങൾ, വിവാഹം, ഇതൊന്നും കാണാൻ കഴിയാതെ നേരത്തെ തന്നെ മരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഭർത്താവിന്റെ മനസ്സിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞു, ഒരു തൂവാലെടുത്ത് മുഖത്ത് മൂടിത്താ, ഞാനൊന്ന് വാവിട്ട് കരയട്ടെന്ന് പറഞ്ഞില്ല, മൂടിത്താന്നേ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ കാണാതെ, മറ്റടുത്ത് കിടക്കുന്ന ജനങ്ങൾ കാണാതെ കരയണം. അങ്ങനെ ഞാൻ മുഖത്ത് എടുത്ത് മൂടിക്കൊടുത്തു. പുള്ളിക്കാരന്റെ ആഗ്രഹം പോലെ ചെയ്തോട്ടെ എന്ന് ചിന്തിച്ചു. മൂടിക്കൊടുത്തിട്ട് ഞാൻ ബൈബിൾ എടുത്തു. എന്റെ ബാഗിൽ എപ്പോഴും ബൈബിൾ വെച്ചിരിക്കും. അത് ചെറുപ്പം മുതലേ എവിടെ പോയാലും ബൈബിൾ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ എന്റെ ബൈബിള് ഞാൻ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലെ കട്ടിൽ ഒത്തിരി പൊക്കമുള്ളതാണല്ലോ, അതിന്റെ അടിവശത്തോട്ട് കയറി ഞാൻ ഇരുന്നിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. ഞാൻ ചെറുപ്പം മുതലേ വായിക്കുന്ന സങ്കീർത്തനം, എനിക്ക് ഒത്തിരി പ്രാവശ്യം വായിച്ച സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം, അതിന്റെ 17 വാക്യം. മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കും എന്നൊരു വാക്യം എനിക്ക് വായിക്കാൻ പറ്റി. അത് ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കർത്താവിന്റെ ദാസന്റെ അടുത്ത് കൊണ്ടിട്ട് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഈ രോഗം മുഖാന്തരം നിങ്ങൾ മരിക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ദാസനെ കുറിച്ച് പറയുന്നതാണ്, മരിക്കയില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ ഈ രോഗം വന്നിട്ട് മരിക്കയില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തിട്ട് വീണ്ടും ആവർത്തിച്ച് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഇത് കർത്താവിന്റെ ദാസനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞ് ഒരു ആത്മധൈര്യം കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും കരഞ്ഞു. രണ്ടുപേരുടെയും കരച്ചിലെല്ലാം മാറ്റി. അന്ന് മുതൽ ഞങ്ങളുടെ പ്രത്യേക ഒരു അനുഭവത്തിലൂടെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ ഒരു ദൈവവിശ്വാസിയോ ആരെ കണ്ട് ഓടിച്ചെന്ന് നമ്മുടെ പ്രാർത്ഥന വിഷയം പറയുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മോട് നമ്മുടെ വിഷയം പറയുന്നത് എത്രയോ ഉത്തമമെന്ന് എനിക്ക് പഠിക്കുവാൻ പറ്റി. പ്രിയ മക്കളെ, ആരോടും പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദന വന്നാലും, എന്ത് പ്രയാസം വന്നാലും, നിങ്ങളുടെ റൂമിൽ കയറിയിട്ട് നിങ്ങൾ കർത്താവിന്റെ ആ വചനവുമായി ഒരു ഭാഗം വചനം വായിച്ചതിന് ശേഷം നിങ്ങൾ ദൈവസ്ഥലം മുഴങ്കാലുകൾ മടക്കി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ. ദൈവത്തോട് കഴിയാത്ത ഒന്നുമില്ല. ആമേൻ. ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും പ്രിയ ദൈവമക്കളെ. അത്രമാത്രം എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. അന്ന് മുതൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഓപ്പറേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങളെ ഭവനത്തിലേക്ക് വിട്ടു. ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ കരുതിയത് കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറും, ഇത് ഇനി ഈ വ്രണമൊന്നും വലുതാകത്തില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ പ്രിയ ദൈവമക്കളെ, വ്രണം വലുതായിക്കൊണ്ടേയിരുന്നു, പൊട്ടുവാൻ തുടങ്ങി. വീണ്ടും അത് വ്രണം അങ്ങ് വലിയ വ്രണങ്ങളായി. 2-3-4 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വലിയ വ്രണം മുതുകിലുണ്ടായി. ആ പുറഭാഗം പൊട്ടി വന്നതാണ്. അങ്ങനെ ആ വ്രണം കരിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ പ്രിയ ദൈവമക്കളെ, അത് ദൈവം അതിൽ നിന്നും വിടുവിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും ഭവനത്തിൽ പോയ ശേഷം വീണ്ടും ഒരു 2 കാലുകളും പുഴുക്കളാൽ നിറഞ്ഞു. വീണ്ടും വളരെയധികം ശോധനീയ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അപ്പോഴും ആശുപത്രിയിൽ 2.5 വർഷം താമസിക്കേണ്ടി വന്നു. ആശുപത്രിയിൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ താമസിച്ച സമയത്ത് എപ്പോഴും ഇങ്ങനെ വേദനയുണ്ട്, പ്രയാസമുണ്ട്, എന്തെങ്കിലും അസ്വസ്ഥതകൾ പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്തതിലപ്പുറം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ദൈവം നിങ്ങൾ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. വിൻസെന്റ് ബൈബിൾ വായിച്ചില്ലേ? ഇന്ന് ബൈബിൾ വായിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയയില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ആ സമയവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പുരയുടെ എല്ലാം, ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്ത മാതിരം കടബാധ്യത ഉണ്ടായി. അങ്ങനെ പുരയുടെ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ 2.5 വർഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് 2.5 വർഷം കഴിഞ്ഞതിന് ആ സമയത്ത് ആ
ആ 2.5 വർഷവും ഞങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് ആഹാരം തരും. ഈ ആഹാരം കഴിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ആഹാരം കഴിക്കാൻ നല്ല ഇഷ്ടം കൊതിയാവുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമമായി. കാരണം ഞാൻ ആ സമയത്ത് കുറച്ച് തുണികളൊക്കെ കൊണ്ട് ഇങ്ങനെ വീടുകളോട് നടന്ന് വിറ്റാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇത് കാര്യം ചെയ്യാം, ഇന്ന് സ്കൂളിൽ പോയി ആഹാരം വാങ്ങണ്ട. സ്കൂളിൽ പോയി ആഹാരം വാങ്ങുന്നതിന് രാവിലെ ഞാൻ ചെന്ന് സ്കൂളിൽ സഹായിക്കാൻ പോകും. സഹായിച്ചതിന് ശേഷമാണ് ഒരു ഞങ്ങൾക്ക് 5 പേർക്കുള്ള ആഹാരം അവിടെ നിന്ന് തരും. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 വർഷത്തോളം അങ്ങനെ സ്കൂളിൽ ആഹാരം കഴിച്ചാ ജീവിച്ചത്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ ആ അത് ലഭിച്ചത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു ഹോട്ടലിൽ ചെന്ന് എന്റെ ഭർത്താവിന് എന്തൊക്കെ പറഞ്ഞു അത് ഇത്രയും വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഡോറിൽ ഒരാൾ വന്ന് തട്ടിയിട്ട് എനിക്കതൊക്കെ മറക്കാൻ കഴിയില്ല. തട്ടിയതിന് ശേഷം എന്തൊക്കെ എന്റെ ഭർത്താവ് പറഞ്ഞോ അതും അതിലപ്പുറമായി. അതായത് കർത്താവിന്റെ വചനം ഇപ്രകാരം പഠിക്കുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവ് എന്ത് ചോദിച്ചോ അതിന് മടങ്ങ് സാധനം അവിടെ കൊണ്ടുവരികയും തുടർന്ന് അത് അത് നമുക്ക് സന്തോഷത്തോടെ അത് കഴിക്കാൻ ദൈവം സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മറ്റൊരു സ്ഥലം വാങ്ങി ആ സ്ഥലത്തേക്ക് ഞങ്ങൾ വാടകയ്ക്ക് പോയി. വാടക വീട് പോയപ്പോൾ എല്ലാരും ചോദിക്കും, ഭർത്താവിന് എന്തോ ജോലി എന്ന് ചോദിക്കും. എന്നാൽ ഭർത്താവിന് ജോലിയില്ല, ഇങ്ങനെ സുഖമില്ല കിടക്കുന്നതാണ്, 3 പെൺമക്കളാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭവനം തരത്തില്ല. ഒത്തിരി വീടുകൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് എനിക്കൊരു വാടകയ്ക്ക് ഒരു ഭവനത്തിന് വേണ്ടി. എന്നാൽ ആരും തന്നില്ല. ആ നിമിഷം ഞാനൊരു തീരുമാനമെടുത്ത്, ഇനി വാടകയ്ക്ക് പോകണ്ട, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒരു 2 സെന്റെങ്കിലും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പലിശയ്ക്ക് പൈസ എടുത്ത് എനിക്കത് വാങ്ങണമെന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ ഒരു സ്ഥലം 2 സെന്റ് അല്ല 2 സെന്റ് ആഗ്രഹിച്ചപ്പോൾ അവിടെ ഒരു 4 സെന്റ് സ്ഥലം വിൽക്കാനിട്ടിരുന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങി അവിടെ ഒരു ഓല മറച്ചൊരു ഷെഡ് കെട്ടിയിട്ട് അവിടെ താമസിക്കുകയുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒത്തിരി പേര് എന്നെ സഹായിച്ചു, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒത്തിരി നാട്ടുകാർ എന്നെ സഹായിച്ചു. ആ സമയത്ത് സഹായിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്താലും നമ്മുടെ ആ മരുന്നിനുള്ളതോ മറ്റു കാശോ ഒന്നും ഞാൻ തികയത്തില്ല. അതുകൊണ്ട് ഞാന് മറ്റുള്ളവരെ ആ സമയം ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് എല്ലാ മാസവും 4 കിലോ അരി തരും. ഞാൻ സന്തോഷത്തോടെ ഈ അരി വാങ്ങാനായിട്ട് കടന്നുപോയതായി ആയിരം തൊട്ട് മുമ്പേ വേറൊരു അനുഭവം കൂടെ ഉണ്ടായി. ഞങ്ങൾക്ക് വീട് ഓല മറിച്ച് കിടന്നത് കൊണ്ട് ഒരു സമയത്ത് കർത്താവിന്റെ ദാസൻ നനഞ്ഞു കിടക്കുന്നത് ഒരു സംഘടന, അതായത് എന്റെ മകൾ പഠിച്ച കമ്പേഷൻ എന്ന് പറഞ്ഞ ആ സ്കൂളില് ആ സാർ കണ്ടിട്ട് പറഞ്ഞു, അങ്ങനെ നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു 35,000 ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞു. വീടായിട്ട് വെക്കാനല്ല, ആ ഉള്ളതിനെ സൈഡെല്ലാം ആ ഓല ഷെഡ് മാറ്റിയിട്ട് ഷീറ്റിട്ട് സൈഡെല്ലാം നോക്കിയിട്ട് ഒറ്റ റൂമാക്കി കെട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ റൂമിനെക്കാളും ഞങ്ങൾക്ക് ഒരു റൂം കൂടെ കെട്ടിത്തരുമോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ഇത്ര കാശേ ഉള്ളൂ, ഈ കാശിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കാശുകൂടെയൊക്കെ എന്റെ സഹോദരന് കുറച്ച് പൈസ തന്നു, അതെല്ലാം കൊണ്ട് സാറിന്റെ കൈ കൊടുത്തു. അങ്ങനെ വീട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, വിൻസെന്റ്, ഇങ്ങനെ ആസ്പെറ്റൽ ഷീറ്റ് ഇട്ടാൽ നിനക്ക് കിടക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും, നീ അത് വാർക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല. ഞങ്ങൾ അന്ന് രാത്രി ഇങ്ങനെ 5 പേരും കൂടെ ഒരുമിച്ച്, ഞങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ 2 പേരും 3 മക്കളും ഞങ്ങൾ 5 പേരും ഒരുമിച്ച് കരങ്ങളോട് കോർത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഞാൻ ഒരു മുറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഒരു മുറി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുറിയോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോ 2 മുറിയാക്കി തന്നു. ആ 2 മുറിയും ഒരു ഹാളും ഉണ്ടല്ലോ, ഇപ്പൊ അത് ഇങ്ങനെ വാർക്കണമെന്ന് പറയുന്നു. എന്നാൽ ഞങ്ങളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഇങ്ങനെ വീണ്ടും അത്യാഗ്രഹമായി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഈ ഭവനം വാർത്ത വീടാകണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഷീറ്റ് മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആഹാരം കഴിച്ചു കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ആസ്പെറ്റൽ ഷീറ്റ് വാങ്ങാൻ പോയ സാറ് അവിടെ
വീട് വാർത്തതിനുള്ള കമ്പി കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ ഭർത്താവ് ചോദിച്ചു, നീ സാറിനോട് ചെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ സാറ് ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, രാത്രി കിടന്നിട്ട് കിടക്കാൻ പറ്റിയില്ല, നീ ആ പൈസക്ക് കമ്പി എടുത്തിട്ട് വാ, വീട് വാർത്ത് കൊടുക്ക് എന്ന് ആരോ പറഞ്ഞ് ഇങ്ങനെ കിടക്കാൻ പറ്റിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല. നേരം എടുക്കുന്നത് വരെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ വന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, എന്റെ യേശുപ്പച്ചവിടെ സംസാരിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ ദൈവം അവിടെ സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ വീട് വാർത്തുന്ന മുഖാന്തരം പെട്ടെന്ന് അവിടെ നാട്ടുകാരെല്ലാം പറഞ്ഞു, ഇവര് പൈസ ഒത്തിരി കയ്യിൽ വെച്ചുകൊണ്ട് ഇത്ര നാൾ കള്ളത്തിൽ ഇങ്ങനെ അഭിനയിച്ച് കിടന്നതാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയല്ല. എന്റെ സ്വർഗത്തിലെ ദൈവം അവിടെ കരുതിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അങ്ങനെ നടന്നത്. അങ്ങനെ അങ്ങനെ പിറ്റേ മാസം ഈ അരി വാങ്ങുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, ആ വീട് വാർത്തവരൊന്നും ഇവിടെ അരി വാങ്ങാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഞാനപ്പോ ഞാൻ എന്റെ മനസ്സിൽ അന്ന് എന്റെ ഭർത്താവ് സുഖമില്ലാത്തപ്പോൾ ഞാനൊരു പാവപ്പെട്ടവളാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്നെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, ആ പുറകെ നിൽക്കുന്ന ആ സ്ത്രീയോടാ പറഞ്ഞേ, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും എന്നെ അല്ല. മൂന്നാമത് വീണ്ടും പറഞ്ഞു, ആ പുറകിൽ നിൽക്കുന്ന പച്ച സാരി ഉടുത്ത നിങ്ങളോടാ പറഞ്ഞത്, നിങ്ങൾ വീടൊക്കെ വാർത്തതല്ലേ, നിങ്ങൾക്ക് ഇവിടെ തരാൻ അരിയൊന്നുമില്ല, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പെട്ടെന്ന് വിഷമം വരാൻ കാര്യം, ഞാന് എന്നെ വ്യക്തിപരമായി വിളിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമം വരത്തില്ലായിരുന്നു. 150ഓളം ജനങ്ങൾ കൂടി നിൽക്കവേ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് വീട് വരെയും ഞാൻ കരഞ്ഞിട്ട് വീടെത്താറായപ്പോൾ എന്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ കാരണം എന്റെ ഭർത്താവ് അറിയരുത്, എന്റെ ഭർത്താവോ എന്റെ മക്കളോ അറിയരുത് എന്നെ ഈ വിഷമിപ്പിച്ചതോ എന്റെ വേദന ഒന്നും അറിയരുതെന്ന് ഞാൻ അവിടെ പോകുമ്പോൾ വീട്ടിലെ അവസ്ഥ, അതാണ് ഞാൻ പറയുന്നത്. വീട്ടിലെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാമോ? ഒരു ചാക്കരിയും വീട്ടു സാധനങ്ങളുമായിട്ട് ഒത്തിരി സാധനങ്ങൾ ഒരു വാഹനത്തിൽ, ആദ്യമായി എന്റെ ഭർത്താവിനൊരു വീൽ ചെയറും പിന്നെ ഒത്തിരി സാധനങ്ങളുമായി ഒരു ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കടക്കുള്ള സാധനം അതിനകത്തുണ്ടായിരുന്നു. അത്രമാത്രം സാധനങ്ങൾ കൊണ്ടിറക്കി. ആരെന്നറിയാമോ? ഞങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി അമേരിക്കയിൽ എത്രയോ വർഷം ഇരുന്നിട്ട് വന്നപ്പോൾ കിടരോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി വെള്ളനാട് അരീക്കര പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ അവിടുത്തെ പോസ്റ്റ്മാൻ പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്തിലല്ല, വെള്ളനാട് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ആ വീട് എനിക്കറിയില്ല, നമുക്ക് അവിടെ പോയി തിരക്കി കൊടുക്കാമെന്ന്. പ്രിയ ദൈവമക്കളെ, ഞാൻ കരഞ്ഞതായ സമയത്ത് അവിടെ എന്റെ കരച്ചിലിന് മുമ്പേ എന്റെ കർത്താവ് സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിരുന്ന സാധനങ്ങളാണ് ഞാൻ കരഞ്ഞ സമയത്ത് അവിടെ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്റെ ഭവനത്തെ ഇറക്കി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് 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 അത് ചിന്തിക്കാൻ കഴിയില്ല. പലപ്പോഴും ചിലപ്പോൾ ആർക്കും വിശ്വാസം വരത്തില്ല, എന്നാൽ ഞാൻ അനുഭവിച്ചതാണ്. വിശ്വസിക്കുക തന്നെ ചെയ്തേ പറ്റുള്ളൂ. അത്രമാത്രം എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തിയ വിധങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോസ്പിറ്റലിൽ കിടന്നതിന് മുന്നേ വേറൊരു അനുഭവം കൂടെ ഉണ്ടായി. അനുഭവം പറയുന്നത് എന്റെ അനുഭവം അത്രമാത്രം എത്ര പറഞ്ഞാലും അത്രമാത്രം എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമില്ലായിരുന്നു. പ്രിയ മക്കളെ, എനിക്കും വസ്ത്രങ്ങൾ കുറവായിരുന്നു. കാരണം ഭർത്താവ് വീഴുന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായ ദാരിദ്ര്യാവസ്ഥയിൽ കടന്നു വെക്കൊണ്ടിരുന്നു. ആഹാരം എങ്ങനെയെങ്കിലും കഴിക്കും, എന്നാൽ വസ്ത്രമില്ലായിരുന്നു, ഒരു ചെരുപ്പില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, വസ്ത്രമില്ലാതെ ഞാൻ ഒരു ദിവസം 2 രൂപ 3 രൂപ 5 രൂപ ഇങ്ങനെ കൂട്ടിവെച്ച് ഞാൻ ഒരു കടയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, സഹോദരൻ, എന്റെ കയ്യിൽ 150 രൂപയുണ്ട്, ഞങ്ങൾക്ക് 3 മക്കൾക്ക് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നെ ഒരുമാതിരി പരിഹസിച്ച് ചിരിച്ചതുപോലെ ചിരിച്ചതിന് ശേഷം ആദ്യം 50 രൂപയ്ക്കുള്ള ഒരു ഏറ്റവും കുറഞ്ഞൊരു തുണി എന്റെ ഇളയ കുഞ്ഞിന്റെ എടുത്തു. അത് ജോഡിയായിട്ട് എടുത്തു. അടുത്ത് 100 രൂപയേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ് 2 പേർക്ക് എടുക്കാനില്ല, ഒരാളിനാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞത് തന്നെ അതും ഒരു മിടി എടുത്തു, പാവാടയും എടുക്കും. ഞാൻ അവിടുന്ന് ആ കട തൊട്ട് എന്റെ വീട് വരെ ബസ്സിൽ നിന്ന് കരഞ്ഞു. കാരണം ഒരു ജോഡിയായിട്ട് ഉണ്ടെങ്കിലേ കുഞ്ഞിന് എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ ഒരാളുടെ കയ്യില് ഒരു ഉടുപ്പ് കൊടുത്തു, ഒരാളുടെ കയ്യിൽ ഒരു പാവാട കൊടുത്തു, മറ്റേ ഇളയ കുഞ്ഞിന് ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തിട്ട് ഞാൻ കരഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് എന്റെ മക്കൾ വളരെ സന്തോഷിച്ചു. അവർക്ക് അങ്ങനെയുള്ള ചിന്തയില്ല, ഏതെങ്കിലും ഒന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നാൽ പ്രിയ മക്കളെ, ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ഇത്ര തന്നെ മാറി ഇടാനുള്ള ഡ്രസ്സുകൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നു. ഹല്ലേലൂയ, എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല, അത്രമാത്രം എന്റെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കും അതുപോലെ തന്നെ തുടർന്ന് ഞാനിങ്ങനെ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ 2.5 വർഷം ആശുപത്രി കിടന്നപ്പോഴും തുണിയുടെ
കുറെ തുണികൾ, ചെറിയ ചെറിയ തുണികൾ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ വീടുകളിലോടും കയറി ഇറങ്ങും. കയറി ആദ്യമായിട്ട് പോകുന്ന വീട്ടിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി. പ്രിയ മക്കളെ, ഞാൻ കടന്നു പോകുമ്പോൾ, ഓരോ വീട്ടിലും പോകുമ്പോൾ ആദ്യം എന്നെ ആട്ടി ഓട്ടിക്കും. ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പകലെല്ലാം വന്ന സ്ഥലമെല്ലാം കണ്ടുവച്ചിട്ട് രാത്രി മോഷണത്തിന് വരാനാണ് എന്ന് പറഞ്ഞ പട്ടിയുണ്ട്, പട്ടി അഴിച്ചു വിടുമെന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓട്ടിച്ചു. അന്ന് എനിക്ക് വളരെ വിഷമമുണ്ടായി. എന്നാൽ പിന്നത്തേതിൽ ആ സഹോദരി ഏറ്റവും സ്നേഹമുള്ള സഹോദരിയായി. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ഇതൊരു അനുഭവം ഉണ്ടായി. ഞാന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഏരിയ കണ്ടുപിടിക്കും. ഇങ്ങനെ തലയ്ക്ക് ചുമന്ന് പല തുണികള്, സ്ലൈഡ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകും. ആരെങ്കിലും എന്തെങ്കിലും എടുക്കോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഓരോ ദിവസത്തെ ചെലവ് കഴിയുന്നതിന് വേണ്ടി ഇങ്ങനെ ഞാൻ നടന്നു പോകാറുണ്ട്. ഞാൻ എത്ര ദൂരം വേണമെങ്കിൽ നടക്കും. ഇന്ന് എന്റെ ഭർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് വണ്ടി പോകുമ്പോൾ ഞാൻ ഇവിടെയെല്ലാം നടന്നു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവ് ഞെട്ടി പോകും. എത്ര ദൂരം ഞാൻ നടക്കും. ഉച്ചയ്ക്ക് ഭർത്താവിന് ചോറും കോരി കൊടുത്തിട്ട് ഞാൻ രാത്രി 6-7 മണി വരെ നടന്നു പോകും. എവിടെയെല്ലാം നടന്ന് എത്ര വിൽക്കാൻ പറ്റും അത്രയും വിറ്റ് ഇങ്ങനെയാണ് വരുന്നത്, ഓരോ ദിവസം കഴിയുന്നത്. അങ്ങനെ ഒരിടത്ത് പോയപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഏരിയയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്. അവിടെ പോയപ്പോൾ ഇതുപോലെ തന്നെ വേണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് എനിക്ക് ആ വീടാണെന്ന് അറിയില്ല, വേറൊരു വശത്തൂടെ അവിടെ വന്നപ്പോൾ അപ്പോഴും വഴക്ക് പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയി. എനിക്ക് ഇന്ന് നല്ലതുപോലെ ഓർമ്മയുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, സഹോദരി, നിങ്ങൾക്ക് 2 മക്കളും പെൺമക്കളല്ലേ, ഒരു സ്ലൈഡ് എടുത്ത് 10 രൂപ തന്നാൽ ഞാൻ തിരിച്ചു വെക്കോളാം, എനിക്ക് 10 രൂപ ബസ്സിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ സങ്കടപ്പെട്ടു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവം എന്നെ അതിശയമായിട്ട് നടത്തുന്നു. എന്നെയും എന്റെ 3 മക്കളെയും കുടുംബങ്ങളെയും ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നു. അപ്രകാരത്തിൽ അതുപോലെ തന്നെ തുടർന്ന് ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ചർച്ചിൽ, എനിക്ക് ആദ്യകാലമായി തുണി കച്ചവടത്തിൽ പോയ സമയത്തൊക്കെ ചർച്ചിൽ പോയി. ആദ്യം 2.5 വർഷം ആശുപത്രി കിടന്ന സമയത്ത് അതിൽ 1.5 വർഷം എനിക്ക് ചർച്ചിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഏറ്റവും വളരെ വേദനയേറിയ ദിവസങ്ങളായിരുന്നു. കാരണം ഭർത്താവിനെ ഇട്ടിട്ട് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. എപ്പോഴും അടുത്ത ആള് വേണം. 2 കൈയും ചലനമില്ല, 2 കാലും ചലിക്കത്തില്ല. എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം, ആഹാരം വാരി കൊടുക്കണം, ഒരു വശത്തോട് തിരിച്ചു കിടത്തണം. അങ്ങനെ ഏകദേശം കൈ അനങ്ങാതെ 6 വർഷത്തോളം അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ കച്ചവടത്തിനും പൊയ്ക്കൊണ്ടിരുന്നത്. ബിസിനസ്സിന് പോകുന്ന സമയം കൈ അനങ്ങത്തില്ലായിരുന്നു. എന്നാൽ ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വളരെ കുറ്റബോധം. ദൈവം, എനിക്കൊരു ചർച്ചിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എങ്ങനെയും ചർച്ചിൽ പോകണം. അന്ന് ആ സമയത്ത് ഞാൻ ഇന്ന് കർത്താവിന്റെ ദാസനോട് പറയുമായിരുന്നു, ഇവിടെ എവിടെയെങ്കിലും ഒരു ചർച്ച ഉണ്ടായി നോക്കണം. അങ്ങനെ ഞാൻ നോക്കി നടക്കുമായിരുന്നു, ബസ്സിലിരിക്കുമ്പോഴൊക്കെ നോക്കും. അങ്ങനെ ഞാൻ ഒരു ചർച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ആ ചർച്ചിൽ പോയി. ആ ചർച്ചിലുള്ള ദൈവമക്കളുടെ കൂടെ വന്നാണ് എനിക്ക് ആ ഭവനത്തിന്റെ പണി ചെയ്തു തന്നത്. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ചർച്ചിലുള്ളവർ വരാൻ തുടങ്ങി. അവരോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി ദേവദാസന്മാർ കടന്നു വരാൻ തുടങ്ങി. പിന്നത്തെ എന്റെ പഴയ അവസ്ഥകൾ മാറി തുടങ്ങാൻ തുടങ്ങി. ആ വീട് വാർക്കുന്നതിന് മുന്നേ ഒരു അമ്മച്ചി എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, കർത്താവേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നുമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പഴയ അവസ്ഥകൾ മാറി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളും വിടുതലും വരാൻ തുടങ്ങി. അതിന് ദേവദാസന്റെ കരങ്ങൾ ചലിക്കാൻ തുടങ്ങി. 6 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസന്റെ ആദ്യം ഡോക്ടർമാർ പറഞ്ഞു, കൈ ചലിക്കത്തില്ല, കാൽ ചലിക്കത്തില്ല, എഴുന്നേറ്റിരിക്കത്തില്ല എന്ന് പറഞ്ഞതാണ്. പ്രിയ ദൈവമക്കളെ, എന്റെ ഭർത്താവ് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. കൈകൾ കൊണ്ട് ബ്രഷ് ചെയ്യാനും ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. എന്റെ ഭർത്താവ് പലപ്പോഴും ചോദിക്കും, വിഷമമുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, എനിക്ക് തന്ന ഹല്ലേലൂയ എന്റെ കൂട്ടാളി, ഒരിക്കലും നമ്മൾ ഒന്നാണെന്നാണ് കർത്താവ്, ഒരു ശരീരം ഏക ശരീരമാണെന്നാണ് നമ്മൾ വിവാഹം കഴിയുമ്പോൾ പറയുന്നത്. എന്നാൽ എനിക്ക് വേദന വന്നിട്ടില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ വന്നത് എന്റെ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെ നല്ലതുപോലെ നോക്കി. ഞങ്ങൾ 2 വർഷം കിടന്ന ആ ആശുപത്രിയിലെ ഡോക്ടർ എപ്പോഴും പറയുമായിരുന്നു, മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് പറയുമായിരുന്നു, ആ സുഗന്ധിയെ നോക്ക് എന്നിങ്ങനെ പറയുമായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, പലരും ഇന്നും ഒത്തിരി പേര് പറയും, അവരെ സമ്മതിക്കണമെന്ന് ഒത്തിരി പറഞ്ഞ് എനിക്ക് പൊൻകിരീടമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവപൈതലാണ്. എത്രത്തോളം എന്റെ മാതാവ് കുഞ്ഞുനാളിലെ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം സഹിച്ചു നിൽക്കുവോ അന്ത്യത്തോളം സഹിച്ചു നിന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. അപ്രകാരം തന്നെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല വേദനകളും പ്രയാസങ്ങളും കടന്നു വരാം. ഭർത്താവിന് രോഗങ്ങൾ വരാം, മക്കൾക്ക് രോഗങ്ങൾ വരാം, ഭാര്യയ്ക്ക് രോഗങ്ങൾ വരാം. ആ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകേണ്ടതല്ല. എന്നാൽ ഒന്നുകൂടെ
കൂടെ ഉറച്ച് വിശ്വസ്തോടെ കർത്താവിനോട് അടുത്ത് നിൽക്കേ വേണ്ടത്. എത്ര തന്നെ വേദനകളും ശോധനകളും വരുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക. ദൈവം നമ്മൾ വഴി നടത്തും. തടന്നു പോകല്ലേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെ ഭവനത്തിൽ വന്നു. ഭവനത്തിന്റെ പണികളെല്ലാം തീർന്നു. ആ ഭവനത്തിന്റെ പണി തീർന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ട് ഭവനത്തിന്റെ പണി തീർന്നിട്ട് ഞങ്ങൾ താമസിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ ഭർത്താവിന് ചോദിച്ചു, ഇത് നമ്മുടെ വീട് തന്നെ, അതോ നമ്മൾ മറ്റൊരു വീട്ടിൽ നിൽക്കാൻ വന്നതാണോ? ദൈവം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു. നല്ലൊരു ഭവനം അവിടെ തന്നു ദൈവമക്കളെ. അത് കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ പഠനം ദൈവം പഠിക്കാൻ സഹായിച്ചു. നല്ല മാർക്കോടെ തന്നെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം മൂത്ത വയതിനെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ അവരുടെ വിവാഹം നടന്നു. 3 പെൺമക്കളല്ലേ. അതുകൊണ്ട് എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു മക്കളുടെ ജോലി കിട്ടിയിട്ട് വിവാഹം കഴിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കളെല്ലാവരും പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ സുഖമില്ല കിടക്കുന്നതല്ലേ, ഒരു കുഞ്ഞിനെ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞിനെ അയക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ 3 കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, 3 കുഞ്ഞുങ്ങളെയും ഓരോ വ്യക്തികളെ കാണാൻ വന്നിട്ടുള്ളൂ. മൂത്ത മകളെ ഒരു വ്യക്തി കാണാൻ വന്നു. അപ്പോൾ തന്നെ ദൈവത്തിന് കർത്താദാസൻ എപ്രകാരം പ്രാർത്ഥിക്കാം, ദൈവമേ ഒത്തിരി പേര് വന്ന് കാണുന്നതിലല്ല, ഒരു വ്യക്തി വന്ന് കണ്ട് അത് ഇഷ്ടപ്പെടണം എന്ന് പ്രാർത്ഥന. അതുപോലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനെ മൂത്ത മകൾക്ക് ലഭിച്ചു. അങ്ങനെ അവൾ സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയും ചെയ്ത് ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ആയിരിക്കുന്നു. നല്ലൊരു മകനെ കിട്ടി. പലപ്പോഴും എല്ലാവരും പറയും 3 പെൺമക്കളല്ലേ എന്നിങ്ങനെ പലരും ഞങ്ങൾക്ക് വിഷമമായിട്ടായാലും പലരും ഇങ്ങനെ വിഷമിച്ച് വരാറുണ്ട്. എന്നാൽ 3 പെൺമക്കൾ ദൈവം എനിക്ക് തന്നെങ്കിൽ 3 ആൺമക്കളെയും ദൈവം എനിക്ക് തന്നു. എന്നോട് എപ്പോഴും ചോദിക്കും, എന്റെ മക്കളെ കാണുമ്പോൾ, ഇത് മക്കൾ തന്നെ, ഇത് മക്കളാണോ മരുമകനാണോ? മക്കൾ തന്നെ. എനിക്ക് 3 മക്കളെ ദൈവം തന്നു. അതുപോലെ 5 ചെറുമക്കളെയും ദൈവം തന്നു. ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. അപ്രകാരം തന്നെ ഞങ്ങൾ ഈ ആലയത്തിൽ വന്നതുപോലെ ഞങ്ങൾ ഇങ്ങനെ മറ്റൊരു ആലയത്തിൽ കർത്താവിന്റെ ദാസനില്ലാത്ത സമയങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവിടെ അനുവാദം നൽകിയിട്ടുണ്ട്. കമ്പനിക്ക് ചർച്ചിലാണ്. അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ പിതാവ് മുൻകാലങ്ങൾ നടത്തിയിരുന്ന ചർച്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ദേവദാസന്മാരും ഇല്ല. കാരണം എന്റെ പിതാവ് പ്രായം ചെന്നു. പിന്നെ അതിനുശേഷം എന്റെ സഹോദരനെ ഏൽപ്പിച്ചു. സഹോദരൻ മറ്റൊത്തിരി സഭകളുണ്ട്. ഈ സഭയിൽ നടത്താൻ ആളില്ല, കടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എടുത്ത് ഇതില്, കാരണം ഒത്തിരി ദൂരം വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകണം. അപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല, അവിടെ ഒറ്റ വ്യക്തികളും ഇപ്പൊ വരുന്നില്ല, ആരുമില്ല, ശൂന്യ അവസ്ഥയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇത്രയും ദൂരം വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഒരു ചെറിയ വഴി കൂടെ പോകാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി. അതേപോലെ തന്നെ കർത്താവ് ദാസൻ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി. ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവവേല ചെയ്യണമെന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു മുഖാന്തരം ഒരിക്കൽ ഇപ്പൊ വേണ്ട എന്ന് തോന്നിയിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് റൂമിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഇങ്ങനെ ഒരു ആലയം തരാമെന്ന് പറഞ്ഞപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞല്ലോ, അത് എന്താണ് കർത്താവെ? കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകണം, പെട്ടെന്ന് ദൈവം കടന്നു പോകണം എന്നുള്ള ആത്മദാഹം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലുണ്ടായി. ഞാൻ പറഞ്ഞതായ സമയത്ത് അപ്പോൾ തന്നെ കർത്താവ് ദാസനും പറയുന്നു, എന്നാൽ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ പോകണമെന്ന് പറയുന്നു. എന്നാൽ ദൈവമക്കളെ, അങ്ങനെ ഏകദേശം 15 വർഷത്തോളമായി ഞങ്ങൾ ആ ചർച്ചിൽ കടന്നു പോയിട്ട് ഇപ്പോൾ 4 കുടുംബം കടന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെ 4, പിന്നെ ഇടമീറ്റിങ്ങുകൾ ഒത്തിരി വരുന്നുണ്ട്. സ്ഥിരമായി വരുന്ന 4 കുടുംബമാണ്. ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാതെ ആ തകർന്നു കിടന്നായ സ്ഥാനത്ത് ദൈവം നമ്മളെ അവിടെ ആക്കി. എന്നാൽ ഇടമീറ്റിങ്ങുകൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കർത്താവ് ദാസനോട് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ഒത്തിരി പേര് നല്ലൊരു കൂട്ടായ്മ. എന്നാൽ കർത്താവ് ദാസനെ കണ്ടാൽ രോഗിയാണെന്നോ നടക്കാൻ പറ്റുന്ന ആളാണെന്നോ പറയത്തില്ല. അത്രമാത്രം ദൈവം അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞത്, ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. സ്നേഹിച്ചില്ല എങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവനോടെ കാണത്തില്ലായിരുന്നു. ഉറപ്പായിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത്. അത്രമാത്രം എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രമാത്രം ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. അതുപോലെ തന്നെ പടിപടിയായിട്ട് ഏകദേശം ആ മുറിവെല്ലാം കരിഞ്ഞു. വീണ്ടും വർഷത്തെ വീണ്ടും പെട്ടെന്ന് കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു മുറിവുണ്ടാവുമായിരുന്നു. അതിനെ കീറി ആശുപത്രി കൊണ്ട്
ചീന്തിക്കളയാണ് ചെയ്യണത്. ഒത്തിരി ഡോക്ടർമാർ എന്നെ വിഷമിച്ചിട്ടുണ്ട്. ഇനി ചീന്താൻ സ്ഥലമില്ല, അത്രമാത്രം മുറിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി എന്റെ ശരീരത്തിൽ കത്തി വെക്കാൻ ഇടയാക്കല്ലേ. ഇനി എന്റെ ശരീരം മാംസം കൊണ്ട് മാംസത്തിന്റെ അംശം പോലും ഇല്ല, ഇരിക്കാൻ കഴിയാതെ തുടകളെല്ലാം ആ കാലിന്റെ ഇരിക്കുന്ന അടുത്തെല്ലാം മുറിവുണ്ടായി. അങ്ങനെ ഇങ്ങനെ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു. എന്നാൽ അതിനുശേഷം അലുമിനിയം ഒരു 6ഓളം മുറിവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കരഞ്ഞ് വേദനയോട് ദൈവത്തോട് പറഞ്ഞ ശേഷം ഇന്ന് വരെ അതിനുശേഷം രോഗം വന്നിട്ടില്ല. പിന്നെ കർത്താവിന്റെ ദാസന് ഇടയ്ക്കിടയ്ക്ക് പനിയും വിറയലും വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഏകദേശം 10 വർഷത്തോളമായെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം പറയുമായിരുന്നു, എന്നെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എന്റെ ശരീരം ഇനി ഡോക്ടർക്കുള്ളതല്ല, എന്റെ കർത്താവ് എനിക്ക് ഇത്രയും സൗഖ്യം തന്നെങ്കിൽ ഇനിയും എന്റെ കർത്താവ് സൗഖ്യം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പാൻ ദൈവം പ്രിയ ദേവദാസനെ ഇടയാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു രോഗങ്ങളൊന്നും കടന്നു വരാതെ വണ്ണം ദൈവം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറൊരു കാര്യം എന്നാൽ, ശരീരത്തിൽ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ക്ഷീണങ്ങൾ ഉണ്ടാവാം. പ്രിയ ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചതാ, എന്റെ ഭർത്താവിന്റെ ആ ആരാധന കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് പല വ്യക്തികൾക്കും പല യൗവനക്കാർക്കും പാട്ട് പാടുവാനോ അല്ലെങ്കിൽ ആരാധിക്കാനോ ഒന്ന് കരങ്ങൾ അടിക്കാനോ ഒന്ന് ആലയത്തിൽ പോകാനോ കഴിയാതെ വണ്ണം ഭവനത്തിലായിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും ഭവനത്തിലായിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നടക്കുവാൻ കഴിയില്ല എങ്കിലും ആമേൻ ഹല്ലേലൂയ വീഴ്ചയിലിരുന്ന് ആരാധനയ്ക്ക് കടന്നു വരാൻ ദൈവം കർത്താവ് ദാസനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പലരും നിവർന്നിരിക്കാൻ പലപ്പോഴും കഴിയില്ല, ചാരിയാണ് ഇരിക്കാൻ പറ്റുന്നത്. എന്നാൽ ആലയത്തിൽ വരുമ്പോൾ അല്പം പോലും ചാരാതെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിപ്പാൻ ദേവദാസന് കഴിയുന്നുണ്ട്. എന്റെ കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ട് വരുന്നത്. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിവല്ല, അത്രമാത്രം കർത്താവ് ദാസനെ ദൈവം ആമേൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവ കൃപയാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പലർക്കും ആരാധിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ ഓരോ അപകടങ്ങളോ ഓരോ ആപത്തുകളോ കടന്നു വരാതെ ദൈവസന്നിധിയില് അല്ലാതെ തന്നെ ദൈവം നമ്മൾക്ക് ജീവൻ തരുമ്പോൾ, പാടുവാനുള്ള നാവ് തരുമ്പോൾ, ഹല്ലേലൂയ ദൈവം കരങ്ങളടിക്കാനുള്ള ആരോഗ്യം തരുമ്പോൾ, സ്തുതിപ്പാനുള്ള കൃപ തരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, എത്ര കർത്താവിനെ സ്തുതിക്കുക. നമ്മൾ ജീവിച്ചിരുന്ന കാലം കർത്താവ് ചെയ്ത സങ്കീർത്തനം 13-6 പറയുന്നു, നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. കർത്താവ് ചെയ്ത നന്മകൾ ഓരോന്ന് ഓർത്ത് ദൈവസന്നിധി പാടിയാൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ ദൈവം ചെയ്യും. അതുപോലെ കർത്താവ് പൈതങ്ങളെ പഠിപ്പിക്കാൻ അതിനെ സഹായിച്ചു. 2ാമത്തെ പൈതലിനെ പഠിപ്പിച്ചു, 3ാമത്തെ പൈതലിനെ നല്ലോണം പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. 3 കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ 3 കുടുംബത്തിൽ അയക്കുവാൻ ദൈവം സഹായിച്ചു. അല്ലാതെ മാത്രമല്ല, 2ാമത്തെ പൈതലയച്ചു. അവൻ ആ പ്രിയ പൈതലും അവർ കുടുംബമായി അവിടെ ആരാധന ലീഡ് ചെയ്യാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അവിടുത്തെ കർത്താവിന്റെ ദാസന്റെ കൂടെ ചേർന്ന് നിന്ന് അവിടെ വർഷിപ്പ് നടത്തുവാൻ ആ മകന് ദൈവം സഹായിക്കുന്നുണ്ട്. വേറെ മകനും അതുപോലെ തന്നെ അവന് ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ വേലയുമായി തന്നെ ജോലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം 3 മക്കളെയും ദൈവസന്നിധി തന്നെ നിലനിർത്തുവാനും ദൈവത്തോട് തന്നെ കൂടുതലായി അടുക്കാനും അവർ കർത്താവിന്റെ വേലയുമായി തന്നെ നിൽക്കുവാൻ 3 കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നൊരു ഭാഗ്യമാണ്. അതേ, എന്റെ ഭാഗ്യം തന്നെ. എനിക്ക് 3 തലമുറകൾ തന്നതും അതുപോലെ എന്റെ ഭർത്താവിനെ തിരിച്ചു തന്നതും എല്ലാം എന്റെ ഭാഗ്യം തന്നെ. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ഭാഗം കഴിഞ്ഞിട്ട് തലമുറകൾക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. എനിക്ക് 5 ചെറുമക്കളെ ദൈവം തന്നു. അതും പലരും പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്ന ഭാഗ്യം. അതെ, ദൈവം എനിക്ക് തന്ന ഭാഗ്യമാണ് പ്രിയ ദൈവമക്കളെ. ഞാൻ അതാണ് പറഞ്ഞത്, എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒത്തിരി കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അത്രമാത്രം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞങ്ങളെ അത്രമാത്രം ദൈവം നടത്തുന്നു. ഇന്നും ദൈവം അതിശയമായി നടത്തുന്നു. ഒത്തിരി അനുഭവങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അനുഭവം വരുന്നെങ്കിൽ പറഞ്ഞാട്ട് ഓർമ്മയിൽ വരുന്ന അനുഭവം. ദൈവകൃപയാൽ ഞങ്ങൾ നടത്തുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു. അതായത് എന്റെ ഭർത്താവ് വരുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് ശ്വാസമുട്ടിന്റെ അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശ്വാസമുട്ട് വന്നിട്ട് ഞാൻ വളരെയധികം ഭാരപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നു.
ചുമ വന്നാൽ ചുമച്ചിട്ട് നിർത്തില്ല. ശ്വാസം വിടാൻ പറ്റാതെ ഞാൻ ചുമച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആശുപത്രിയിൽ ഒത്തിരി ദിവസങ്ങളിൽ എന്നെ പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് എന്റെ മക്കള് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് തന്ന മരുന്ന് എത്ര കഴിച്ചാലും എനിക്ക് എന്റെ അസുഖത്തിന് ഒരു ഭേദം വന്നിട്ടില്ല. ഞാൻ മരുന്ന് കഴിക്കില്ലെന്നല്ല പറയുന്നത്, എന്റെ അനുഭവം പറയുന്നത്. എന്നാൽ ഞാൻ വളരെയധികം രോഗിയായി തീർന്നിട്ടുണ്ട്. വളരെ രോഗങ്ങൾ എന്റെ ശരീരത്തിൽ കടന്നു വന്ന് അങ്ങനെ ശ്വാസത്തിന് മരുന്ന് കഴിച്ചത് മുഖാന്തരം എന്റെ ശരീരം മുഴുവൻ നീര് വന്നിട്ട് എനിക്ക് നടക്കുവാനോ, എനിക്കൊന്ന് വാഹനത്തിൽ കയറുവാനോ, എനിക്ക് ഇരുന്ന് ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാനോ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയങ്ങളില് ഞാനൊന്ന് കരുതി ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം തീർന്നു പോയോ എന്ന് വരെ ചിന്തിച്ച ദിവസങ്ങൾ എന്റെ അനുഭവത്തിലുണ്ടായിരുന്നു. ഒന്ന് എഴുന്നേറ്റിരിക്കുവാനോ ഒന്നും കഴിയാത്ത അനുഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല പ്രിയ മക്കളെ. അത്രമാത്രം ഒരു അവസ്ഥ എന്റെ ശരീരത്തിൽ കടന്നു വന്നു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് ചെയ്തു. എന്റെ ശരീരത്തില് സിറസ് നരമ്പിക്കം കൂടിയിട്ട് മരുന്ന് കഴിച്ചത് മുഖാന്തരം, ശ്വാസത്തിന്റെ ഗുളിക കഴിച്ചത് മുഖാന്തരം സിറസ് ആയി പോയി. അത് നല്ലവണ്ണം കൂടിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഡോക്ടർ പോലും ഇങ്ങോട്ട് ചോദിച്ചൊരു സാഹചര്യം ഉണ്ടായി പ്രിയ മക്കളെ. എന്നാൽ അത് ഒരു മരുന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്ത് മരുന്ന് കഴിച്ചാലും ശരീരത്തിലുള്ള നീര് വരും. എനിക്ക് പെട്ടെന്നതായ അസ്വസ്ഥത ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് ഒരു വെപ്രാളം പോലെ വന്നിട്ട് എന്റെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടായിട്ട് എനിക്കൊന്ന് എഴുന്നേറ്റ് നേരെ ഇരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കർത്താവൻദാസൻ വളരെ വേദിച്ചു. കാരണം കർത്താവൻദാസന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലല്ലോ, വീൽചെയറിലാണല്ലോ. ഒന്ന് വെള്ളം പോലും എടുത്തു തരാൻ കഴിയാത്ത അവസ്ഥ കർത്താവൻദാസൻ. എന്നാൽ എന്റെ കരത്തിൽ എന്റെ കരം കൂടെ പിടിച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു തരണമേ, ഈ അവസ്ഥയിൽ ഒരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, ഞാൻ ഇന്ന് വളരെയധികം ഹല്ലേലൂയ ശക്തിയുള്ളവളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല. എന്റെ ശരീരത്തിലുള്ള നീര് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേട്ടു. ഇന്ന് ഏകദേശം 2 വർഷത്തോളമായി എനിക്ക് അതിനുശേഷം ഒരു രോഗം വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഹോസ്പിറ്റലിലൊന്നും പോകത്തില്ല. ഞാൻ ആരോടും പോകലെന്നല്ല പറയുന്നത്, എന്റെ അനുഭവം പറയുന്നത്. ഒത്തിരി പോയി പ്രിയ മക്കളെ, ഒത്തിരി പോയിട്ടൊന്നും എനിക്ക് വിടുതൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ നടത്തുന്നത് ദൈവമാണ്, എന്റെ കർത്താവാണ് ഞാൻ നടത്തുന്നത്, എന്റെ യേശുക്രിസ്തു നടത്തുന്നത്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും അതിന്റെ അത്രമാത്രം ദൈവം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിനെ ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ ആരെങ്കിലും വേദനയോടായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും പ്രയാസത്തോടായിരിക്കുമെങ്കിൽ, ചിലപ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്നെങ്കിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് വീണ്ടും വീണ്ടും നീ എന്റെ കർത്താവിനെ അങ്ങനെ മുറി പിടിച്ചു, നീ കർത്താവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിനക്കൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല പ്രിയ മക്കളെ, പല ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ദൈവത്തോട് നീ പറ, ഹല്ലേലൂയ, നിന്റെ വേദന ദൈവം മാറ്റി തരും. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വേദനപ്പെട്ട് കഴിയുന്നെങ്കിൽ, ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും, നിങ്ങൾ രോഗസൗഖ്യം തരും, നിങ്ങൾക്ക് സമാധാനം തരും, സന്തോഷം തരും. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഹല്ലേലൂയ, ദൈവം തന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് എന്ത് നന്മ തന്നോ ആ നന്മയെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നന്മ തരും. കാരണം വിടുതൽ തരും. എന്റെ അനുഭവം പറയുന്നത്, ദൈവം എന്റെ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും പ്രയാസങ്ങളും വന്നപ്പോൾ ദൈവത്തെ വീട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തപ്പോൾ ആ സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് വലിയ വില കൊടുക്കേണ്ടതാണ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ യാഗം വലിയ വില കൊടുക്കേണ്ടതാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എത്രത്തോളം സ്തുതിച്ചു കൊണ്ടിരുന്നാലും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ തന്നെ തരും. ഇതുവരെ ഇത്രയും സമയം എന്റെ സാക്ഷി ഇവിടെ പറയുവാനൊക്കെ വേണം. സമയം തന്ന കർത്താവിന്റെ ദാസിക്കായി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഈ ദേവദാസന് എത്ര നാള് ഇങ്ങനെ കിടന്നു ഇതേ അവസ്ഥയില് ചലനമില്ലാതെ? കൈകാലുകൾ ചലനമില്ലാതെ കിടന്നു. പിന്നെ എങ്ങനെയാണ് ചലനം വന്നത്? പ്രാർത്ഥനയിലൂടെയാണോ അതോ? പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കായിരുന്നു. ഓക്കെ, വീട്ടിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോഴെങ്ങനെ ഒന്ന് പറഞ്ഞേ, അതൊന്ന് പറഞ്ഞേ.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉം. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഭക്ഷണം എടുക്കാനായിട്ട് ഉം. വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എന്റെ കർത്താവ് ദാസൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇരുന്നത് കരങ്ങൾ ഇങ്ങനെ ഈ ജനാലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അല്പം അല്പം ചരിഞ്ഞ് മേലോട്ട് വന്ന് ഞാന് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ എന്റെ ഭക്ഷണം ഞാൻ ഇവിടെ വെച്ചെന്ന പോലും ഞാൻ ഓർക്കുന്നില്ല. ആരും പെട്ടെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഭക്ഷണം അവിടെ ഇട്ട് ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ തുള്ളി ചാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അച്ഛാ ഇരുന്നോ എഴുന്നേറ്റിരുന്നോ തന്നെ താനും? ധനേറ്റിന് പ്രത്യേകിച്ച് ഒരു വീൽ ചെയറിലല്ല, ഈ കട്ടിലെ ഈ കൈ ഇങ്ങനെ ബാക്കിലോട്ട് ജനാലയിൽ പിടിച്ചിട്ട് ഇരിക്കുന്നു. ഓക്കെ. അതിന് മുന്നേ അങ്ങനെ എഴുന്നേറ്റിട്ടില്ല ഇല്ലേ? എഴുന്നേറ്റില്ല. അപ്പൊ ദേവദാസൻ എന്തെങ്കിലും അങ്ങനെ ഉൾപ്രേരണ ഉണ്ടായതാണോ അതോ എങ്ങനെ ദേവദാസൻ? പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സിൽ ഇങ്ങനെ തോന്നിയെന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചാരി ഇരുന്ന് നോക്കാമെന്ന് തോന്നി. അങ്ങനെ ചെയ്തതാ. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം കാലനങ്ങുമോ? കാല് തൊട്ടാൽ അറിയത്തില്ല ഇപ്പൊ. കൈ മാത്രം അരയ്ക്ക് മേപ്പോട്ട് ഇല്ലേ? കൈ 2 ചങ്ങുണ്ട്. ഓക്കെ. എല്ലാ ആഹാരമൊക്കെ കഴിക്കുമോ? വേറൊരു ആഹാരം കഴിച്ച് വേറൊരു ഒരു 14 വർഷമായിട്ട് കർത്താവദാസൻ ഞങ്ങള് വേറൊരു അനുഭവപ്പെട്ടു പോയി. ഞങ്ങളിങ്ങനെ ചർച്ചിൽ പോകാനും ഞങ്ങള് ഓട്ടോയിലാ പോകുന്നേ. അപ്പൊ ഓട്ടോ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് ആരും ഓട്ടോ വരത്തില്ല. കാരണം പുള്ളിക്കാരനെ എടുക്കാൻ മേടിച്ചിട്ട് ആരും വരത്തില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് പുള്ളിക്കാരനെ ഓട്ടോയിലോട്ട് കയറ്റും. ഒരു ദിവസം ഞാൻ ഓട്ടോയിൽ നിന്ന് കർത്താവദാസനെ ഇങ്ങനെ എടുത്തിങ്ങനെ കയറ്റി ഞാൻ ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് ഇച്ചിരി പടിയാ, ഒരു കല്ല് അടിക്കുന്നതാ. അപ്പൊ ഇങ്ങനെ ഇടിഞ്ഞങ്ങ് താഴെ വീണു. അങ്ങനെ ഞാനും പാസ്റ്റർ വീണിട്ട് ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടായി. അന്ന് ഞാനൊരു തീരുമാനം, അന്ന് ഞാൻ വളരെ വേദനപ്പെട്ടു. ഒറ്റയ്ക്ക് തന്നെ ഒരാളിന് തന്നെ എണീക്കാൻ പറ്റില്ല. എന്റെ കരങ്ങളിലേക്ക് കർത്താവദാസൻ ഇങ്ങനെ ഇരിക്കുക. കർത്താവദാസനെ കൊണ്ട് ഇങ്ങനെ പൊങ്ങുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഞാന് എങ്ങനെയെങ്കിലും എനിക്കൊരു ഓട്ടോ ലോൺ എടുത്ത് എടുക്കണം, CC ഇട്ട് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഒറ്റ ദിവസമല്ല, ഒത്തിരി ദിവസം ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ആരും വരത്തില്ല. കത്തി കൊണ്ടുപോകാനോ മറ്റൊരു യാത്രയ്ക്കോ ഒന്നും ആരും എടുക്കാനുള്ളതുകൊണ്ട് ആരും വരത്തില്ല. അങ്ങനെ ഞാൻ വളരെ വേദനപ്പെട്ടു. ആദ്യം എന്റെ മക്കളുള്ളപ്പം മക്കളെ ഞാനും കൂടെ ഒരുമിച്ച് ഞങ്ങൾ 3 പേര്, 2 മക്കളും എന്റെ മൂത്ത 2 മക്കളും ഞാനും കൂടെ എടുക്കുന്നത്. അന്ന് മക്കൾ ആരും ഇല്ലായിരുന്നു വീട്ടിൽ, അവരില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ഞാൻ വീണായിരുന്നു. അന്ന് ഞാൻ ഒരു ഓട്ടോ എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ടും ആ ഓട്ടോ ഓടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിനെ കൊണ്ട് വീട്ടിൽ അങ്ങനെ ഒതുക്കിയിട്ടൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഓട്ടോ അതിന്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കയ്യിൽ ബ്രേക്ക് ആക്കി തരുമോന്ന് ചോദിച്ചു. ഓട്ടോയുടെ ഈ വർഷം വിളിച്ചെടുത്ത് ചോദിച്ചിട്ട്. അപ്പൊ അവർ പറഞ്ഞ പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങള് വേറൊരു ഓട്ടോ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി പുള്ളിക്കാരനെ കാണിച്ചപ്പോ കൈ ശക്തിയുണ്ട്, കൈ അല്ല ആരെങ്കിലും ചെയ്യാതെ. അങ്ങനെ അങ്ങനെ എഗ്രിമെന്റിലൊക്കെ എഴുതി കൊടുത്തു, എന്ത് വന്നാലും പ്രശ്നമില്ലാന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ കൈ ബ്രേക്കിലാക്കി തന്ന് ഇപ്പൊ ചർച്ചിൽ വരുന്നത് കർത്താവദാസൻ ഓട്ടോ സ്വന്തമായിട്ട് ഓടിച്ചാ വരുന്നേ. ആദ്യമായിട്ട് ഓടിച്ചു വന്നപ്പോൾ ഞങ്ങൾ 2 വർഷം കിടന്ന് ആശുപത്രിയിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ ഓടി വന്ന് കർത്താവദാസനെ കെട്ടിപ്പിടിച്ച് വിൻസെന്റ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ ദൈവത്തെ കൊണ്ട് കഴിയത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു, ദൈവത്തെ കൊണ്ട് കഴിയത്തൊന്നുമില്ല. ദൈവം അത്ഭുതമാണ്, ദൈവം വീര്യം പ്രവർത്തിക്കുന്നതാണ്. ദൈവം എന്റെ ഭർത്താവിനെ ഓട്ടോ ഓടിക്കാൻ ഞാൻ കുറച്ച് എന്നെ വിട്ടുപോയി. അതുപോലെ ഞാൻ ഒത്തിരി ദിവസം നടന്ന് ഇങ്ങനെ തുണി കൊണ്ട് പോകുമ്പോൾ ചിന്തിക്കും, എന്നെ ആരും ഓട്ടോ കയറ്റത്തില്ല. കാരണം ഞാൻ ഓട്ടോ കയറി എന്റെ കയ്യിൽ ഒത്തിരി ബാഗുണ്ട്, തുണിയുടെ ബാഗ്. അപ്പൊ എന്നെ ഇറക്കി വിടും. ഞാൻ ഒരുപാട് ഓട്ടോയിൽ കയറ്റാൻ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഒത്തിരി പേര്. അന്ന് എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെ കണ്ടാലും വഴി നിൽക്കുന്നവരെ കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെ ഇന്ന് കർത്താവദാസൻ ഏതെങ്കിലും രോഗിയാണോ, ഏതെങ്കിലും പ്രായമുള്ളവരാണ് നിൽക്കുന്നത്, കാശൊന്നും ഞങ്ങൾ ആരും വാങ്ങത്തില്ല, കൊണ്ടുവിടും. എവിടെയാണോ ആ സ്ഥലത്ത് കൊണ്ടുവിടും. ഞങ്ങൾ ചർച്ചിൽ വേറൊരു മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു സഹോദരൻ നല്ല ഒത്തിരി ആളുള്ള സഹോദരൻ ഇങ്ങനെ തറയിൽ കൂടെ എഴിഞ്ഞു പോകുന്നു. ഒത്തിരി ഓട്ടോക്കാരെ കൈ കാണിച്ചു. അപ്പൊ പുള്ളിക്കാരനെ എടുത്തു കയറ്റണം. അപ്പൊ കർത്താവദാസനെ എടുത്തു കയറ്റാൻ പറ്റത്തില്ല. ഞാനും എന്റെ മക്കൾ 3 പേരും കൂടെ ഞങ്ങൾ ഒരുമിച്ച്, പുള്ളിക്കാരന് കാലില്ല, ഞരങ്ങി പോകും. എന്റെ മക്കളും ഞാനും കൂടെ പുള്ളിക്കാരനെ ഓട്ടോയിൽ എടുത്തിട്ട് പുള്ളിക്കാരന്റെ വീട്ടിൽ കൊണ്ടാക്കി. അത് ഇന്ന് ഞങ്ങൾ അങ്ങനെയാണ്. ഇതുപോലെ കിടക്കുന്ന രോഗികൾ ഒത്തിരി പേരെ കാണാൻ പോകും. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കയ്യിൽ കൊടുക്കാനില്ലെങ്കിലും ഞങ്ങൾ അവരെ ചെന്ന് കണ്ടിട്ട് അവർക്ക് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുക, സുവിശേഷം പറയും, ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. കർത്താവിന്റെ അച്ഛൻ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കരുത് ദൈവം, കാരണം കിടന്ന് നമ്മൾ പലരും ഇങ്ങനെ കിടക്കുന്നവർ കരയും, എനിക്ക് ആരുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, എനിക്ക് ഇനി രക്ഷപ്പെടില്ല, എന്റെ ഭാര്യ ഉപേക്ഷിച്ചു, എന്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ധൈര്യം കൊടുക്കും ദാസിന്റെ പോയിട്ട്. ഒത്തിരി പേരുടെ ഭവനത്തിൽ പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും എന്റെ മക്കളെ കല്യാണം കഴിയുന്നതിന് മുമ്പേ 3 മക്കളും ഞങ്ങൾ 5 പേരും കൂടെ പോകും. സ്കൂളിൽ ബസ്സിലൊക്കെ ദിവസം നോക്കി ഞങ്ങൾ പോകും. പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന രോഗികളെ കണ്ടുപിടിച്ചിട്ട് അവരെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും എന്റെ മക്കളും കൂടെ ഭർത്താവിനെ ആ വ്യക്തിയുടെ അടുത്ത് കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരി കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഒരു സമയത്ത് കിടന്നപ്പോ എന്റെ ഭർത്താവിന് ആരും സംസാരിക്കാനൊന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ വേദന എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയതിനു ശേഷം, ഈ ഓട്ടോ ഞങ്ങൾ വാങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയോജനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ സിസ്റ്ററെ, ഒരുപാട് പേര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡിവോഴ്സായി ഭാര്യ ഭർത്താക്കന്മാർ വേർപെട്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തില് ഇതിപ്പം ദേവദാസിന് ഈ വയ്യാതായിട്ട് എത്ര വർഷമായി? 24 വർഷം കൊണ്ട് ദേവദാസന്റെ കാര്യങ്ങളൊക്കെ നോക്കി ദേവദാസിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഇത്രയും വലിയൊരു സഹോദരി. സാധാരണ വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഒന്ന് പറഞ്ഞ് 2 കുടുംബജീവിതം എടുത്തെറിഞ്ഞിട്ട് പോകുന്ന അനേക വിശ്വാസികളുണ്ട്. അവർക്കൊക്കെ പ്രിയ സിസ്റ്റർ ഒരു വലിയ മാതൃകയാണ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, വേർപിരിയാതെ ഒരുമിച്ച് ഇന്നുവരെയും നടക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. അനേകർക്ക് നിങ്ങൾ ഒരു മാതൃകയായിരിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളിലൂടെ മഹിമപ്പെടുവാന് കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് ബലപ്പെടുത്തട്ടെ. ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. കർത്താവേ, ഇതുവരെയും കർത്താവേ അല്പസമയം കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഈ ജോയ്സ് ടിവിയിലൂടെ ഞങ്ങൾക്ക് കർത്താവേ അടിയുടെ സാക്ഷ്യം കർത്താവ് പറയുവാൻ തക്കവണ്ണം കർത്താവ് ചെയ്ത ആ നന്മകളെ ഓർത്ത് അമ്മയെ കർത്താവെ പറയുവാൻ അടിയെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി മുഖാന്തരം ഒരുക്കിയ കർത്താവ് ദാസിയെ ദൈവം അനുഗ്രഹിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, ഈ ചാനൽ കർത്താവെ അനേകർക്ക് ഒരു അനുഗ്രഹമായിട്ടുള്ള കർത്താവെ, ഈ കർത്താവെ പലരുടെയും സാക്ഷ്യം അത് കേൾക്കുമ്പോൾ കർത്താവ് അടിയുടെ സാക്ഷ്യം കർത്താവ് അനേക ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ എന്റെ ദൈവമേ, എത്രയോ പേർക്ക് സമാധാനമില്ല, സന്തോഷമില്ലാതെ പല ഭവനങ്ങളിലും ആയിരിക്കുമ്പോൾ എന്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷത്തോടെ തന്നെ ആമേൻ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. അപ്പാ ആ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ സാക്ഷി, ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അല്ലെങ്കിൽ കർത്താവെ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ തക്കവണ്ണം അത് പറയുവാൻ തക്കവണ്ണം ദൈവം അടിയെ സഹായിച്ച അവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രയും സമയം ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിച്ചവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു നല്ല പിതാവേ, ആമേൻ.